ഇതൊക്കെ ഒത്തിരി ഉണ്ടല്ലോ ഇത്. സാറ് ഇരിക്കണം. ചോറിട്ട് കൊടുക്ക്. അമ്മ ഇട്ട അല്ല മോളോട് വലിയ കറി വിളമ്പിയായിട്ട് ചിക്കൻ വിളമ്പി കൊടുക്കും. നീ ഇരിക്കി. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഇരുന്നോ മോളെ. മോള് ഇരുന്നാ. അങ്കിള് പപ്പടം എടുക്കട്ടെ. ഇരുന്നിട്ട് ചിക്കൻ കറി കൊടുത്തോ. ഫിഷ് എടുത്തോട് അങ്കിള്. സാറേ ഇഷ്ടമുള്ള അത് ഇങ്ങനെ കഴിക്കുന്നതല്ല ഒന്നായിട്ട്. കുറച്ച് ഉൾക്കൊടുക്കും. കൊള്ളാവോ? മണിക്കുട്ടി, മണിക്കുട്ടിയുടെ കറികളൊക്കെ വളരെ നന്നായിട്ടുണ്ട് കേട്ടോ. എങ്ങനെ നന്നായിരിക്കണം. അയ്യോ സമയം കിട്ടിയില്ല. നേരത്തെ പറഞ്ഞിരിക്കും നന്നായിട്ടൊക്കെ ഉണ്ടാക്കാൻ. ഇതെല്ലാം കൂടെ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയതാണേ. അതിപ്പോ സമയം കിട്ടിയാലും ഇങ്ങനെയൊക്കെ തന്നെ പ്രതീക്ഷ മതി. പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. മോളെ കഴിക്കാം. ചിക്കൻ കുറച്ച് വയ്ക്കും മോളെ. മതി. പപ്പടം എടുത്തെടുക്കേ. സാർ കഴിക്കും എല്ലാം കഴിക്കും. എന്തെങ്കിലും വേണമെങ്കിൽ പറയണേ. ഉപ്പ് എന്തെങ്കിലും വേണമെങ്കിൽ. കറക്റ്റ് അല്ല സാർ. ഫിഷ് ഫ്രൈ ഒക്കെ ഇരിപ്പുണ്ട്. സാർ എടുത്ത് നീ ഇരിക്കും മോളെ. പിന്നെ കഴിക്കാം. പിന്നെ ഇരുന്നോളാം. മോളപ്പുറത്ത് അമ്മ ഇവിടെ ഇരിക്കും. അമ്മ ഇരുന്നോ? ഇരിക്കടാ. പിന്നെ ഇരുന്നോളൂ. പിന്നെ സാറ് കഴിക്കണം. വിളമ്പി തരണ്ടേ? ഇതല്ല അടുത്തുള്ള എന്തിനാ വിളമ്പി തന്നെ. ഞങ്ങൾക്ക് എടുത്ത് കഴിക്കാൻ അറിയാമല്ലോ. അങ്കിള് ഞങ്ങളെ ഗസ്റ്റ് അല്ലേ? അങ്ങനെ ഗസ്റ്റ് ഒന്നും വീട്ടുകാരൊന്നുമില്ല. നമ്മളെല്ലാരും ഒരു വീട്ടുകാരെ പോരാൻ കരുതിയാ മതി. മോക്ക് പാചകമൊക്കെ അറിയാവോ? അവക്ക് തീരെ അറിയില്ല. എനിക്ക് നന്നായിട്ട് അറിയാം. ഇവക്ക് ഇത് മാത്രമേ അറിയാം. കാണുമ്പോ അറിയാമല്ലോ. പിന്നെ കഴിക്കൂട്ടോ നന്നായിട്ടൊക്കെ. പിന്നെ ഈ മണിയുടെ കറിയൊക്കെ നല്ല ടേസ്റ്റ് എന്ന് പറയുമ്പോൾ ഇത് ഞാൻ ആദ്യമായിട്ട് അനുഭവിക്കുക. മണി ഉണ്ടാക്കി കൊണ്ടുവരുന്ന കറികളൊക്കെ കഴിക്കുന്നതായിരുന്നു അറിയാവോ? നമ്മളെ സുമലതയാ ഓഫീസില്. ഇവരങ്ങോട്ട് കൊടുത്തേ വാങ്ങിച്ച് അങ്ങനെയുള്ള ശീലങ്ങളാ ഉള്ളവിടെ. നമ്മളെല്ലാരും കൂടെ ഇരുന്ന് ഒരുമിച്ച് കഴിക്കുമ്പോഴേ ഞാൻ ഓഫീസിന്റെ എന്റെ കഴിക്കുന്നത്. സാറെന്തോ പറയുണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ. ഇയാളിത് എന്തുവായി പറയുന്നത്? ഫോണ് കഴിച്ചോണ്ടിരിക്കുമ്പോഴാണോ ഇതൊക്കെ കാര്യങ്ങൾ? കഴിക്കുക. പറഞ്ഞ ചേച്ചി പറഞ്ഞത് കേട്ടായിരുന്നു. മോള് പാചകമൊക്കെ നല്ലോണം പഠിക്കണം. പഠിച്ചാലേ തന്നെ വീട്ടിലോട്ട് നമ്മളെ കല്യാണം കഴിച്ചുകൊണ്ട് പോകുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ആഹാരങ്ങൾ ഉണ്ടാക്കി കഴിക്കാൻ വെക്കും. അതാ ഈ അമ്മ ഈ വീട്ടിൽ വന്നപ്പോൾ ഇതൊന്നും അറിഞ്ഞൂടായിരുന്നു. എല്ലാം ഒക്കെ ഉണ്ടാക്കി ശീലിച്ച് പഠിച്ചപ്പോൾ നല്ലൊരു അതുണ്ടായി കറിയൊക്കെ ഇത്തിരി ടേസ്റ്റ് വന്നത്. അങ്കിള് പറഞ്ഞാ പിന്നെ വേറെ ഇതില്ല. ഞാൻ പഠിക്കാം ഉടനെ തന്നെ. തിന്ന് പഠിക്കാനല്ല, ഉണ്ടാക്കി പഠിക്കാൻ. കുറച്ചൊക്കെ ഉണ്ടാക്കാൻ അറിയാം. അമ്മയുടെ കൂടെ സഹായിക്കും. അവളെ ഫുഡ് അടിക്കാനാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ എപ്പോഴും കീരിയും പാമ്പുമാണ്. കാണും. അതെ. കുറച്ചും കൂടെ കറി തരട്ടെ ചേട്ടാ? സാമ്പാർ വേണോ? വേണ്ട, കഴിക്കാം. ചിരിയും മൊഴിയും ചേരും തട്ടുപൊളിപ്പൻ കൂടാണേ. എന്നിഷ്ടം നിന്നിഷ്ടം ഒത്താലോ തന്നിഷ്ടം. പിടിപലി കളി ചിരിപൂരം മുരളയ്ക്കു പേര്.